പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ആമേൻ 2020 ഡിസംബർ മാസം 11 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല പ്രഭാതത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഓ താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ അങ്ങയുടെ വൻ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കരങ്ങളെയൊക്കെ ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 27 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 4, 5, 6 ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അങ്ങയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. സ്തോത്രം. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്ന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അങ്ങ് തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. 6 ഭാഗം പറയുന്നു, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് കീർത്തനം പാടുകയും ഞാൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. അതിൻ്റെ അവസാന ഭാഗം പറഞ്ഞു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നത്, മറ്റൊന്നും ആഗ്രഹിക്കാതെ യഹോവയുടെ മനോഹരത്വം കാണുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും ആഗ്രഹിക്കുക. കർത്താവിൽ തന്നെ പ്രത്യാശ വെക്കുക. നിശ്ചയമായിട്ടും കർത്താവ് സാഹചര്യങ്ങളെ മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ആരും മൗനമായിരുന്നു കളയില്ലേ. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. ഞങ്ങളെ കർത്താവ് ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നു. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തി. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ നല്ല സമയത്ത് ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുകയും ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രാരംഭ ദിവസത്തിൽ അങ്ങേ ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഭാഗ്യം തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങയുടെ പൊന്നും പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇവരെ മുദ്ര വെക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ബലം കൊടുക്കണമേ, പ്രത്യേക ശക്തി പകർന്നു കൊടുക്കണമേ, പുതുജീവനെ കൊടുക്കണമേ, പുതു ധൈര്യം കൊടുക്കണം. ആത്മാവിനാൽ അവർ ജ്വലിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരുന്ന ആരെങ്കിലും ഈ ശബ്ദം ഈ പ്രഭാതത്തിൽ കേൾക്കുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നടക്കുവാൻ കഴിയാതെ കിടക്കയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കാലുകൾ നിലത്തുറയ്ക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കർത്താവേ, അതുകൂടാതെ മറ്റേതെങ്കിലും ഭാരത്താൽ പ്രയാസത്താൽ കഴിയുന്നവരെ, രോഗികളായി കഴിയുന്നവരെ ഞങ്ങൾ കൈകളിൽ തരുന്നു. പ്രത്യേകിച്ച് കോവിഡിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ജോലി ഭാരത്താൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ഒക്കെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കുന്ന ദൈവം കർത്താവാകയാൽ സ്തോത്രം. തക്ക സമയത്ത് വഴികൾ തുറന്ന്, വാതിലുകൾ തുറന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോളം വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്കതായ വഴിയെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായുള്ള ബന്ധത്തിൽ കർത്താവെ അങ്ങ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിവാഹം താമസിക്കുന്നത് കാരണം ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനുള്ള മുഖാന്തരങ്ങൾ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു
യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം, ദൈവപ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. കൂടാതെ കർത്താവേ, തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കർത്താവേ. ഇന്ന് മിഡിൽ ഈസ്റ്റ് നടക്കുന്ന ആരാധനകളെ ഞങ്ങൾ അങ്ങനെ കൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മഹത്വം വ്യാപരിക്കണം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യണമേ കർത്താവേ. അങ്ങ് തൻ്റെ അഭിഷിക്തന്മാരെ ഉപയോഗിക്കണം. അങ്ങ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. ഇന്ന് പുതുകൃപ, പുതുശക്തി, പുതുബലം തൻ്റെ ജനത്തിൻ്റെ മേൽ പകരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയും കർത്താവിന് ഞങ്ങൾ തരുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ഈ ആരംഭ സമയങ്ങളാണല്ലോ. നമ്മൾ ഈ 21 ദിവസം കൊണ്ട് പുതിയ നിയമം മുഴുവനും വായിച്ച് ഒന്ന് ഓടിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർക്ക് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇന്ന് വായിക്കേണ്ട വേദഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 1 മുതൽ 5 വരെയും, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം, റോമാലേഖനം 1 മുതൽ 5 വരെയും, വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഇത് നമ്മുടെ ഈ മെസ്സേജിൻ്റെ ക്യാപ്ഷൻ്റെ കൂടെ ഈ ഭാഗങ്ങൾ ഇട്ടിരിക്കും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അരമണിക്കൂർ ഏതായാലും ഈ മാസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഭാഗങ്ങൾ വായിക്കാമെന്നുണ്ടെങ്കിൽ ഡിസംബർ 31 ആകുമ്പോഴത്തേക്കിന് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് പുതിയ നിയമം മുഴുവനും ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ പറ്റും. കർത്താവ് അതിനു വേണ്ടുന്ന സഹായവും പ്രേരണയും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് കയറുകയാണ്. ആരംഭ പ്രഭാതത്തിൽ, അതായത് ഉപവാസത്തിൻ്റെ ആരംഭ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനത്തിനായിട്ട് നമുക്ക് കാതുകളെ കൂർപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവസഭയുടെ ഒരു ഉപവാസത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ആ ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു പദം അവിടെ എഴുതിയിരിക്കുന്നത്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പം ഈ പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആഹാരം മാറ്റി വെച്ചേക്കുക, ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളത് ആണ്. എന്നാൽ ഇവിടുത്തെ ദൈവത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് കർത്താവ് എല്ലാം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിന് കർത്താവ് ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിന് കർത്താവ് ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. കർത്താവ് തന്ന സമ്പത്തിൻ്റെ കാര്യത്തിൽ കർത്താവ് നമുക്ക് ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. ആമേൻ. വേദപുസ്തകത്തിൽ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം, അതൊരു ഓർഡറാണ്. അങ്ങനെ ഓരോന്നിനും ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കർത്താവ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ കാര്യത്തിലും ബൈബിളിനകത്തൊരു ഓർഡറുണ്ട്. ഇപ്പം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിച്ചാലും 9-ാം അധ്യായം വായിച്ചാൽ പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത് അവിടെ പറയുന്നത് ബട്ട് ദ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് പ്രാർത്ഥനയാലും ഉപവാസത്താലും. അപ്പം ഇവിടെ ആദ്യം വരേണ്ടത് പൗലോസ് ശൗലിനെയും ബർന്നബാസിനെയും വേർതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത് അവിടെ കർത്താവിനെ അവർ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് എന്താ ആദ്യത്തെ സിസ്റ്റം എന്തോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വ്യവസ്ഥ പ്രകാരം ആദ്യം വരേണ്ടത് പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലിരിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് ഭക്ഷണം മാറ്റിവെക്കുന്നത്. ഭക്ഷണം മാറ്റി വെക്കേണ്ട എന്നല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷെ പലരും ഭക്ഷണം മാറ്റി വെക്കുന്നുണ്ട്, ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കൊരു തീരുമാനമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകരുത്. ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഏറ്റവും പ്രാധാന്യം പ്രാർത്ഥനയ്ക്കായിരിക്കണം. ആമേൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ഇരിപ്പാനും, കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും, ആരാധിപ്പാനും, പാട്ടുകൾ പാടി ആരാധിപ്പാനും, കർത്താവിൻ്റെ വചനം കേൾക്കാനും ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ കൂടെ ആഹാരം മാറ്റിവെക്കുന്നു, വെരി ഗുഡ്, അത് നല്ല കാര്യം. ആഹാരം മാറ്റിവെക്കുന്നത് നമുക്ക് നല്ലത്. എന്നാൽ ഏറ്റവും പ്രധാനം എന്തുവാ? കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുക നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് ആഹാരത്തിന് മാത്രം നമ്മൾ ഒരുമിച്ചിരിക്കുക, അല്ലാത്ത സമയം നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുകയും ചെയ്താൽ ആ വാക്ക് ശരിയാകത്തില്ല. നമുക്ക് ഒരു അപ്പൻ എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നില്ല, കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിച്ചാൽ അപ്പനും മക്കളോട് ഒന്നിച്ചിരിക്കുക എന്നുള്ളത്. ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം നമ്മൾ എങ്ങനെ ആയിരിക്കണം? പ്രാർത്ഥനയിലും ഉപവാസത്തിലും, പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും
ആരാധനയിലും കർത്താവിനെ വചനം കേൾക്കുന്നതിനുമായിരിക്കണം ഈ ദിവസങ്ങളിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ജോലി സമയത്ത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ജോലി സമയത്തും നമ്മളൊരു കോൺഷ്യസിലായിരിക്കണം. അതായത് ഞാൻ ഉപവാസത്തിലാണ്, അതായത് കൂടെ വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയമാണ്. കഴിഞ്ഞ ഈ 11.5 മാസം ഇരുന്നത് പോലല്ല, ഈ ലാസ്റ്റ് 21 ഡേയ്സ് ഞാൻ കുറച്ച് കൂടുതൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, കൂടുതൽ സമയം പാട്ടുകൾ പാടുക, കൂടുതൽ സമയം കർത്താവിൻ്റെ വചനം വായിക്കുക, കൂടുതൽ സമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ഇതിന് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. പലരും ഈ ഉപവാസ ദിവസങ്ങളിൽ അങ്ങ് ഉറങ്ങും, എന്നിട്ട് കഴിക്കാറാകുമ്പോൾ എഴുന്നേക്കും. അവൻ പറയും വിശപ്പ് അറിയത്തില്ലല്ലോ. നോ, അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് കിടന്നുറങ്ങാനല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് കൂടെ വസിക്കുവാനാണ്. അപ്പം കൂടെ വസിക്കാനുള്ള വഴി എന്തുവാ? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നിന്ന് പാട്ട് പാടുക, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം വായിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി ഇടുവിലിരിക്കുക, അനേകരെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവവചനം ധ്യാനിക്കുക. ആമേൻ. ബൈബിൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ബലപ്പെടുത്തുന്ന നല്ല ബുക്കുകൾ, ദൈവദാസന്മാർ എഴുതിയ നല്ല ബുക്കുകൾ എടുക്കുക. ഫേസ്ബുക്കിനോട് ബൈ പറയുക. വാട്സപ്പ് അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകും കേട്ടോ. വാട്സപ്പ് അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ന്യൂസ് പേപ്പറുകൾ വീണ്ടും വായിക്കുന്ന സ്വഭാവം മാറ്റിവെക്കുക. സ്പോർട്സ് ചാനലുകൾ ഇരുന്ന് കുത്തി കളികൾ കണ്ടുകൊണ്ട് സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മാറ്റിവെക്കുക. വേണ്ടി വന്നാൽ ഫോണോ നെറ്റ്വർക്കും ഒക്കെ അങ്ങ് ഓഫാക്കി വെച്ചിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, മറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇരിക്കുന്നതിനുണ്ടാകുന്ന എല്ലാ ഡിസ്ട്രാക്ഷനുകളും മാറ്റിവെച്ചിട്ട് കൂടുതൽ സമയം കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ആ വലിയ പ്രസൻസോടുകൂടെ നമുക്ക് കയറാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം, ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ ഭക്ഷണം മാറ്റിവെച്ചത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് വല്ല പ്രയോജനം ഉണ്ടായാലേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവല് ആത്മാവിൽ ചിറകടിച്ച് കഴുകൻ കയറുന്നത് പോലെ കയറണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരുന്നേലേ പറ്റൂ. അപ്പം ഈ സോഷ്യൽ മീഡിയയ്ക്കും ഒന്നും വേണ്ടെന്നല്ല, ഈ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച അത്രയും സമയം ഉപയോഗിക്കാതെ, കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരോട് ഫോണിൽ കൂടെ സംസാരിച്ച് അത്രയും സമയം സംസാരിക്കാതെ, മറ്റു കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത ടൈം കുറച്ചിട്ട് കൂടുതൽ സമയം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അതിനൊക്കെ എളുപ്പ വഴികളൊക്കെ പറഞ്ഞു തന്നു. അതായത് പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, പാട്ടുകൾ പാടുക. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ വചനവുമായുള്ള ബന്ധത്തിലുള്ള ബുക്കുകൾ വായിക്കുക. മനസ്സിലാകുന്നതേ വായിക്കാവുള്ളൂ. ആമേൻ. ലളിതമായ ബുക്കുകൾ വായിക്കുക. ഈ മോർണിംഗ് മെസ്സേജുകളൊക്കെ 2-4 പ്രാവശ്യം കേൾക്കുക. പഴയ മോർണിംഗ് മെസ്സേജുകൾ വീണ്ടും കേൾക്കുക എന്ന് വേണ്ട. പിന്നെ സൂം മീറ്റിങ്ങുകൾ തക്ക സമയത്ത് പങ്കെടുക്കുക. ഇങ്ങനെ ആ ദൈവസന്നിധി ഇരുന്ന് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 2021 കർത്താവ് നമ്മളെ കൈപിടിച്ച് കയറ്റുമ്പോൾ ഒരു പുതുബലത്തോടെ, പുതുശക്തിയോടെ, ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രതിസന്ധികളുടെയൊക്കെ മുകളിൽ കയറി നിൽക്കുന്ന, കാർമേഘങ്ങളുടെയൊക്കെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു പുതിയ അനുഭവത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സോ ഉപവാസത്തിൻ്റെ ക്രമമെന്ന് പറയുന്നത് ആദ്യ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ സാന്നിധ്യത്തിലിരിക്കുന്നതാണ്. സെക്കൻഡാണ് ഭക്ഷണം മാറ്റിവെക്കുന്നത്. ഇത് രണ്ടും വേണം. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവവചനം ധ്യാനിക്കുന്നതിനും കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിനും കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതിനുമാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അങ്ങോട്ട് നമുക്ക് തുടങ്ങാമെന്ന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുക. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.